പാലക്കാട് CPM സാമുദായിക വിഭജനം ഉണ്ടാക്കിയെന്ന വിമർശനമാണ് സമസ്തയടക്കം ഉന്നയിക്കുന്നത്. കാരണം അവർ മുഖപത്രം പോലും CPM പാലക്കാട് കാണിച്ചത് സാമുദായിക വിഭജനമാണെന്ന് പറയുന്നത്. UDF SDPയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടിയെന്ന് CPM ആരോപിക്കുമ്പോൾ അതിന് കൗണ്ടറോട് അവർ പറയുകയാണ് CPM ആണ് സാമുദായിക വിഭജനം ഉണ്ടാക്കിയത്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ പരസ്യത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അവാസ്തവമായിരുന്നു, വസ്തുതാവിരുദ്ധമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ബാക്കിയുള്ളത് സാങ്കേതിക പ്രശ്നമാണ്. അദ്ദേഹം സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വിഷം ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി, വോട്ടർമാരെ അറിയിക്കാൻ വേണ്ടി ഒരു പരസ്യം എന്നുള്ള നിലയിൽ കൊടുത്തു. അതിലെന്തെങ്കിലും വസ്തുതാവിരുദ്ധമുണ്ടോ? സാങ്കേതിക പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസിലേക്ക് കൂട്ടിയാൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന RSSൽ നിന്ന് മോചിതനായിട്ടുണ്ടോ? അതിനെന്താ മറുപടി പറയാത്തത്? ഒരു അവ്യക്തതയില്ല. പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? മറ്റേത് സാങ്കേതിക പ്രശ്നം ഇലക്ഷൻ കമ്മീഷൻ നോക്കേണ്ടതാണ്. ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങളെ ടയറിൽ കെട്ടി തീ കൊളുത്തി കൊല്ലണം. ഒരു 3000-ഓ 4000-ഓ ആള് മരിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല, അതൊരു പാഠമായിരിക്കും എന്ന് തുടങ്ങി മഹാത്മാഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും പച്ചയായി നികൃഷ്ടമായ വൃത്തികെട്ട ഭാഷയിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പൊതുസമൂഹത്തോട് പറയില്ലേ? ഞങ്ങൾ പറയണ്ടേ? അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കൂട്ടുന്ന സമയത്ത് അതിനോടെല്ലാം എനിക്കിപ്പോൾ യോജിക്കാൻ കഴിയില്ല, ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നെങ്കിലും പറയണ്ടേ? അതാണ് ഞങ്ങൾ ചോദിച്ചത്. വസ്തുതാവിരുദ്ധമായി ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തിരിച്ചടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പെട്ടി അടക്കമുള്ള ചില വിവാദങ്ങൾ തിരിച്ചടിയായിട്ടുള്ള വാസ്തവമാണ്. അടക്കം പരിശോധിക്കേണ്ടതല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ പെട്ടീൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ മറ്റു ചില വിവാദങ്ങൾ, അത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല, ഇതുവരെ പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും. അതിപ്പോ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഈ രായിക്ക് രാമാനം നിലപാട് മാറ്റി വരുന്നവരോട് ആശയ അടിത്തറ പരിശോധിക്കണമെന്നാണ് ഇന്ന് ബിനോയ് വിശ്വം ഡൽഹിയിൽ പറഞ്ഞത്. അത് സരിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്, സരിന്റെ സ്ഥാനാർത്ഥി ചോദ്യത്തിനുള്ള മറുപടിയാണ്. അപ്പം മുന്നണിക്കുള്ളിൽ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്? ഒരാശയക്കുഴപ്പമില്ല. സരിൻ വ്യക്തമാക്കിയതാണ് ഞങ്ങളോട്. സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. എനിക്ക് ഞാൻ ഇതുവരെ സ്വീകരിച്ചു പോന്ന നയസമീപനങ്ങളോട്, കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഞാൻ സ്വീകരിച്ചു പോന്ന നയസമീപനങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. സംഘടനാപരമായും രാഷ്ട്രീയമായും യോജിക്കാൻ കഴിയില്ല. അതിലെനിക്ക് മാനസികമായി യോജിക്കാൻ പറ്റുന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി സഹകരിക്കാം. അയാൾ മത്സരിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഞങ്ങൾ ആലോചിച്ച്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിച്ച് ഡോക്ടർ സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യും എന്ന് ഞങ്ങൾ കരുതിയതിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിപ്പിച്ചത്. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടി. ഇനി കിട്ടാൻ പോവുകയാണ്.